ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്ത ഏറ്റവും വലിയ കഴിവാണ് സ്നേഹിക്കുക എന്നത്. ദൈവം സ്നേഹത്തിൻ്റെ വിത്താണ് എല്ലാ മനുഷ്യഹൃദയങ്ങളിലും വിതച്ചിട്ടുള്ളത്. നല്ല വിത്ത് വിതച്ച ദൈവത്തിൻ്റെ വയലുകളിൽ അഥവാ മനുഷ്യഹൃദയങ്ങളിൽ അന്ധകാര ശക്തികൾ കളകൾ വിതച്ചു എന്ന് സുവിശേഷങ്ങളിൽ ഈശോ പറയുന്നത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ നന്മയുടെ കൂടെ തിന്മയും മനുഷ്യഹൃദയങ്ങളിൽ വളർന്ന് വരുന്നു. ഈ ആത്മസംഘടനത്തിൻ്റെ ഒരു വിവരണം പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, പിന്നെയോ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വളരെ ദയനീയമായി വിലപിച്ചുകൊണ്ട് പറയും. അതായത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നടക്കും. ദൈവവും അന്ധകാര ശക്തികളും ഒരേ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ഏറ്റുമുട്ടുന്നു. നന്മയെ വെറുക്കുന്ന ആളുകൾ, തിന്മയെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട്. ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ അവര് വിപ്ലവത്തിന്റെ വിത്താണ് വിതച്ചത്, തിന്മയുടെ വിത്താണ് വിതച്ചത്. അതുപോലെ തന്നെ നിരീശ്വരത്വം ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്, കമ്മ്യൂണിസം ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്, യുക്തിവാദം ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവ നിഷേധികളാണ്. ദൈവത്തെ നിഷേധിച്ച് കൊലപ്പെടുത്തി എന്ന് പോലും പറയുന്നവരാണ്. ഡെത്ത് ഓഫ് ഗോഡ് തിയോളജിയിൽ ഇങ്ങനെയൊരു ശാഖ ആധുനിക കാലത്ത് ഉടലെടുത്തിട്ടുണ്ട്. അതായത് നന്മയെ വകവരുത്തുക, ദൈവത്തെ ഇല്ലായ്മപ്പെടുത്തുക, അങ്ങനെയൊരു ട്രെൻഡ് ആധുനിക ചിന്തകളിൽ, തത്വശാസ്ത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇത് ആത്യന്തികമായ മനുഷ്യൻ ചെയ്യുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിനാണ് ഇംഗ്ലീഷിൽ ഫണ്ടമെന്റൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. മനുഷ്യനെടുക്കുന്ന അടിസ്ഥാനപരമായ തീരുമാനം. ഈ അടിസ്ഥാനപരമായ തീരുമാനം നാം എപ്പോൾ എടുക്കുന്നുവോ അത് ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് നമ്മുടെ ആത്യന്തികമായ ജീവിതത്തിൻ്റെ വിജയമാണ്, നന്മയുടെ വിജയമാണ്. എന്നാൽ ദൈവത്തിനെതിരായി തിന്മയെ ആശ്ലേഷിക്കുന്നു, അന്ധകാര ശക്തികളെ ആശ്ലേഷിക്കുന്നു, തിന്മയെ സ്നേഹിക്കുന്നു എന്ന വിധത്തിലുള്ള ഒരു തീരുമാനം, അടിസ്ഥാന തീരുമാനം നമ്മൾ എടുക്കുന്നെങ്കിൽ അത് ആരെടുത്താലും ആ ആള് ആ നിമിഷത്തിൽ നിത്യമായി മരിക്കുകയാണ്. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ മരണമാണ്. ബൈബിളിൽ പറയുന്ന മരണം നിത്യമായ മരണമാണ്. ശാരീരികമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ആളുകളും നിത്യമായി മരിച്ച് കാലികമായി ജീവിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകരുത് എന്നാണ് യേശുദേവൻ ആഗ്രഹിച്ചത്, ഈശോമിശിഹ ആഗ്രഹിച്ചത്. എല്ലാ മനുഷ്യർക്കും ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണമെന്നാണ് അവിടുന്ന് ആഹ്വാനം ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത്. ഈശോയുടെ രക്ഷാകരമായ സംഭവങ്ങളുടെ മൂല്യം
അത് ഓരോ വ്യക്തിക്ക് നിത്യജീവൻ കൊടുക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ ഏറ്റുപറയുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജീവൻ അഥവാ നിത്യജീവൻ. നമ്മുടെ കാലികമായ ജീവൻ നിത്യജീവനായിട്ട് മാറും. അതാണ് സ്വർഗം. നേരെ മറിച്ചുള്ള അനുഭവമാണ് നരകം എന്ന് പറയുന്നത്. കാലികമായ ഈ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ദൈവത്തിനെതിരായ തീരുമാനമെടുത്ത് അന്ധകാര ശക്തികളെ ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരകമേ ഞങ്ങളെ വന്ന് മൂടുക എന്ന് പറഞ്ഞ് മരിച്ച ആളുകളുണ്ട്. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ മരണം അങ്ങനെയുള്ളത്. വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്കോ നരകങ്ങളെ വന്ന് ഞങ്ങളെ മൂടുവിൻ, അധോലോകത്തിലേക്ക്, അന്ധകാര ശക്തികളുടെ ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മരിച്ചു എന്നാണ് നാം വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. കാറൽ മാർക്സും അതുപോലെ തന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെല്ലാം എല്ലാവരും തന്നെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. അത് നിത്യമായ മരണത്തിന്റെ കാലികമായ പ്രകാശനമാണ്. അങ്ങനെ ഒരു മരണം ആർക്കും ഉണ്ടാകരുത് എന്നാണ് ഈശോ ഈ ലോകത്തിൽ വന്നപ്പോൾ ഈശോ ആഗ്രഹിച്ചത്. അതിനാണ് അവിടുന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞത്. ഈ സുവിശേഷം ആണ് ഇന്നും ലോകാവസാനം വരെയും നിലനിൽക്കേണ്ടത്. അതുവഴിയായി ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ ലഭിക്കണം. അത് നിത്യജീവനായിട്ട് മാറും. എല്ലാവരും ദൈവം നൽകുന്ന നിത്യസമ്മാനമായ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അടിസ്ഥാനപരമായ ദൈവത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.